So hey guys, welcome back to my channel. Apple official lineup ഏറ്റവും വില കുറഞ്ഞ ഐഫോണിനെ പറ്റിയായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ബേസിക്കലി ഈ ഐഫോൺ SE ആണ്, 2020 എഡിഷന്റെ ഐഫോൺ SE ആണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഐഫോൺ SEയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഐഫോൺ SEയുടെ ക്യാമറ എങ്ങനെയുണ്ട്, അതിന്റെ ഡിസ്പ്ലേ എങ്ങനെയുണ്ട്, മെയിൻ എല്ലാവരും ചോദിക്കുന്ന ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ടെന്നാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഐഫോൺ SE 2021 മേടിക്കണോ വേണ്ടോ എന്നായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ, കാരണം വെച്ചാൽ ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് വേഗം സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക, അതിൻ്റെ ബെല്ലൈക്കണും കൂടെ ചെയ്യുക. അപ്പോൾ വീഡിയോ കൂടെ ലൈക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്താൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ കാരണമാണ് പലവർക്കും ഐഫോൺ വാങ്ങാൻ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അവർ വർഷങ്ങളോളം ആൻഡ്രോയിഡ് ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ ഐഫോണിലോട്ട് പോകാൻ അവർക്ക് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഐഫോണിലോട്ട് അവർ പോകുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഫോണായിരിക്കും ഐഫോൺ SE 2020 എഡിഷൻ. ഇപ്പോൾ കറൻറ്റ്ലി ആപ്പിൾ വിൽക്കുന്നതിനകത്ത് ഐഫോൺ SE 2020 എഡിഷൻ ആണ് ഏറ്റവും വില കുറഞ്ഞ ഐഫോൺ. പക്ഷേ നിങ്ങൾക്ക് ഐഫോൺ 6, 7 ഒക്കെ നിങ്ങൾക്ക് വില കുറഞ്ഞായിട്ട് കിട്ടും. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. ഇപ്പോൾ നിങ്ങളൊരു ഐഫോൺ തന്നെ വാങ്ങുവാണെങ്കിൽ മിനിമം ഐഫോൺ 8 പോവാം. പക്ഷേ 8 നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാശ് കിട്ടുന്ന ഐഫോൺ SE 2020 എഡിഷൻ കിട്ടാം. അതായിരിക്കും കുറച്ചുകൂടെ വെർത്തി ഓപ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഐഫോൺ SEയുടെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഫോണിനകത്ത് നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ല മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പുറയിൽ ഗ്ലാസ് ബാക്ക് ആണുള്ളത്, പിന്നെ സൈഡിൽ അലുമിനിയം ഫ്രെയിം ആണുള്ളത്. ഇതിനകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒന്നുമില്ല, പക്ഷേ അലുമിനിയം ഫ്രെയിമേ ഉള്ളൂ. എന്നാലും ഇത് നല്ല ഡ്യൂറബിൾ തന്നെയാണ്. നിങ്ങൾക്ക് ലോങ് ടേമിന് ഈ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഗ്ലാസ് ബാക്ക് ഉണ്ട്. ഞാൻ പറയുന്ന കേസ് ഇടുന്നതായിരിക്കും നല്ലത്, കാരണം എന്ന് വെച്ചാൽ ഫോൺ താഴെ വീണാൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഏത് ഗ്ലാസ് ബാക്കിൻ്റെ ഫോൺ ആയിക്കോട്ടെ അത് പൊട്ടാൻ ചാൻസ് തന്നെയുണ്ട്. പിന്നെ ഈ ഫോൺ 3 കളേഴ്സിലാണ് വരുന്നത്. ഒന്നാണ് റെഡും, ഒന്ന് വൈറ്റും, ഒന്ന് ബ്ലാക്കും. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട റെഡ് കളറാണ്. എനിക്ക് ഐഫോൺ 8ൻ്റെ ഗോൾഡ് കളർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ തന്നെ ഐഫോൺ SEയിലും വന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ ആ ഓപ്ഷൻ ഇതിനകത്തില്ല. ഇതിനകത്ത് 3 കളേഴ്സേ വന്നിട്ടുള്ളൂ. പിന്നെ സൈഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞ അലുമിനിയം ഫ്രെയിം ആണുള്ളത്. പിന്നെ ഇതിനകത്ത് വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടുണ്ട്, ഗ്ലാസ് ബാക്ക് ആയതുകൊണ്ട്. ഈ വിലയ്ക്ക് നിങ്ങൾക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ OnePlus Nord നോക്കിക്കോട്ടെ, Pixel 4 നോക്കിക്കോട്ടെ, ഇതേ പ്രൈസ് റേഞ്ചിലുള്ള ഫോൺസ് ആണ്. പക്ഷേ അതിനകത്തൊന്നും വയർലെസ് ചാർജിങ് ഒന്നുമില്ല. പക്ഷേ ഈ ഫോണിനകത്ത് വയർലെസ് ചാർജിങ് ഉണ്ട്, IP റേറ്റിംഗ് ഉണ്ട്. പിന്നെ ഈ ഫോണിനകത്ത് ഹെഡ്ഫോൺ ജാക്ക് ഒന്നുമില്ല, അത് നിങ്ങൾ ഓർത്തോണം. അപ്പോൾ ഓവറോൾ ഈ ഫോണിൻ്റെ ഡിസൈനൊക്കെ നല്ല തന്നെയാണ്, ഗ്ലാസ് ബാക്ക്. പക്ഷേ ഞാൻ പറയുന്ന ഒരു കേസ് ഇടുന്നതായിരിക്കും നല്ലത്. ഏത് ഫോൺ ആയിക്കോട്ടെ കേസ് ഇടുന്നതായിരിക്കും നല്ലത്, കാരണം വെച്ചാൽ താഴെ പോയി കഴിഞ്ഞാൽ ഭയങ്കര റിപ്പയർ കോസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കേസ് ഇടുക. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഫോണിനകത്തുള്ളത്, ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് 4.7 ഇഞ്ചിൻ്റെ റെറ്റിന ഡിസ്പ്ലേ ആണുള്ളത്. ഐഫോൺ 6 തൊട്ട് ഐഫോൺ 8 വന്ന എല്ലാ ഫോൺസിനകത്ത് ഇതേ സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഐഫോൺ SE 2020 എഡിഷനകത്തും യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു AMOLED ഡിസ്പ്ലേ ഒന്നുമില്ല, ഇതൊരു LCD ഡിസ്പ്ലേ ആണ്. ഇതൊരു 750 പിക്സൽസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് 324 അല്ലെങ്കിൽ 326 ppi ഒരു ഡിസ്പ്ലേ ആണ്, പിക്സൽസ് പെർ ഇഞ്ച്. അപ്പോൾ ഓവറോൾ ഈ ഡിസ്പ്ലേ നല്ലത് തന്നെയാണ്. കുഞ്ഞ് ഡിസ്പ്ലേ ആണ്ട് അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കൈ തന്നെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണം, ആ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കോമ്പാക്ട് ഫോൺ വേണം, ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് കൈയാണെങ്കിൽ. അപ്പോൾ ആ കേസൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഐഫോൺ SE 2020 എഡിഷൻ നല്ല ഒരു ഫോണായിരിക്കും. ഇപ്പോൾ നിങ്ങൾ മെയിൻ ഫോണായിട്ട് യൂസ് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോസ് കാണുന്ന ആഗ്രഹമുണ്ട്, ഗെയിം കളിക്കണം, നിങ്ങൾക്ക് വലിയ ഡിസ്പ്ലേ വേണം, ബ്രൗസിങ് ചെയ്യാണ്, ഭയങ്കര ഹെവി ടാസ്ക്കാണ്, വീഡിയോ എഡിറ്റിംഗ് ചെയ്യാണ്, ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഈ ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതിനകത്ത് നല്ല പ്രോസസ്സർ ഉണ്ടായിരിക്കും, പക്ഷേ ഡിസ്പ്ലേ ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മിനിമം ഐഫോൺ 8+ 10R പോകാം, ഇപ്പോൾ നിങ്ങൾക്ക് വലിയ ഡിസ്പ്ലേ വേണമെങ്കിൽ. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിനകത്ത് പോകും, ഒരു കുഴപ്പമൊന്നും വരത്തില്ല. പിന്നെ ഇതിനകത്ത് ട്രൂ ടോൺ സപ്പോർട്ടൊക്കെ ഉണ്ട്, പിന്നെ ഹാപ്റ്റിക് ടച്ച് ഒക്കെ ഈ ഫോണിനകത്തുണ്ട്, പക്ഷേ 3D ടച്ച് ഒന്നും ഈ ഫോണിനകത്തില്ല. പിന്നെ ഡാർക്ക് മോഡൊക്കെ സപ്പോർട്ട് ചെയ്യും, പക്ഷേ അതൊക്കെ ഷോയിനേ ഉള്ളൂ. ഇപ്പോൾ ഒരു AMOLED ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ നല്ല യൂസൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഓവറോൾ ഈ ഫോണിൻ്റെ നല്ലത് തന്നെയാണ്, നല്ല കളേഴ്സൊക്കെയാണ് വരുന്നത്. ഇതൊരു LCD ഡിസ്പ്ലേ ആണ്, ആപ്പിളിൻ്റെ LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റിയൊക്കെ തരും, സാധാരണ LCD ഡിസ്പ്ലേ പോലെ അല്ല. അപ്പോൾ ഡിസ്പ്ലേക്ക് ഈ ഫോൺ വാങ്ങുവാണെങ്കിൽ നിങ്ങൾ ഒന്നോടൊന്ന് ആലോചിക്കണം, നിങ്ങൾക്ക് ചെറിയ ഫോൺ വേണോ വലിയ ഫോൺ വേണോ. ഡിസ്പ്ലേ ക്വാളിറ്റി എല്ലാം നല്ലത് തന്നെയാണ്, കളേഴ്സ് നല്ലതാണ്, അതും നിങ്ങളൊന്ന് ഓർക്കുക. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് ആപ്പിളിൻ്റെ A13 ബയോണിക് ചിപ്സെറ്റ് ആണ് ഈ ഫോണിനകത്തുള്ളത്. പിന്നെ 3GB റാമും കൂടെ ഉണ്ട്. ഇതേ സെയിം പ്രോസസ്സർ തന്നെയായിരുന്നു ഐഫോൺ 11, 11 Pro, 11 Pro Maxനകത്ത് വന്നത്. ഇൻഫാക്ട് ഇത് സ്നാപ്ഡ്രാഗൺ 888 ഭയങ്കര പവർഫുൾ ആണ് A13. ഇപ്പോൾ ഒരു പവർഫുൾ ചിപ്സെറ്റ് ആണ്. ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരത്തില്ല, വീഡിയോ എഡിറ്റിംഗ് ചെയ്യോ ഗെയിമിംഗ് ചെയ്യോ ഒരു കുഴപ്പം വരത്തില്ല. പക്ഷേ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞ് സ്ക്രീനാണുള്ളത്. ഇപ്പോൾ ഹെവി ടാസ്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഫോണിൻ്റെ ബാറ്ററിയും നല്ലതൊന്നുമില്ല. അതിനെപ്പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം.
പിന്നെ ഡിസ്പ്ലേയും ചെറുതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാവും നിങ്ങളിപ്പോൾ ഒരു ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ നിങ്ങൾ iPhone XR 11 ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ വലിയ ഡിസ്പ്ലേ അത്ര ഒന്നും തോന്നത്തില്ല. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയത്തില്ലായിരിക്കും, ഇൻഫാക്ട് iPhone SE 2020 എഡിഷൻ iPhone 11 സീരീസിനേക്കാളും കൂടുതൽ പവർഫുൾ ആണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ iPhone SEയുടെ ഡിസ്പ്ലേയെ പറ്റി നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് കുഞ്ഞ് ഡിസ്പ്ലേ ആണ്, 4.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്, LCD ഡിസ്പ്ലേ ആണ്, പിക്സൽസും അധികമൊന്നുമില്ല. ഇപ്പോൾ iPhone 11 ആയിക്കോട്ടെ, 11 Pro ആയിക്കോട്ടെ, 11 Pro Max ആയിക്കോട്ടെ, വലിയ ഡിസ്പ്ലേ ആണ്. iPhone 11 Proനകത്ത് AMOLED ഡിസ്പ്ലേ ആണുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഗെയിം കളിക്കുകയാണെങ്കിൽ കൂടുതൽ പിക്സൽസ് പ്രോസസ്സറിനെ പുഷ് ചെയ്യണം 11 Pro 11 Pro Max 11നകത്ത്. ഇപ്പോൾ iPhone SEക്കകത്ത് കുഞ്ഞ് ഡിസ്പ്ലേ ആണ്, പിന്നെ അധികം പിക്സൽസ് ഒന്നും പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രോസസ്സറിന് അത്രയും ഒന്നും ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല iPhone SEക്കകത്ത്. അപ്പോൾ അത് കാരണം ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ FPS നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് iPhone SEക്കകത്ത്. അത് നിങ്ങൾ ആലോചിക്കണം. പക്ഷേ iPhone 12ൻ്റെ ആ റേഞ്ചൊന്നും iPhone SEക്ക് വരത്തില്ല, അത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഒരു ഫാക്ട് തന്നെയാണ് iPhone 11 സീരീസിനേക്കാളും കൂടുതൽ ഫാസ്റ്റർ ഫോൺ ആയിരിക്കും iPhone SE ഗെയിമിങ്ങിലും പിന്നെ ഹെവി ടാസ്കിലും ഒക്കെ. പിന്നെ ഈ സ്മാർട്ട് ഫോണിനകത്ത് 3 GB റാമേ ഉള്ളൂ. 3 GB റാം iOSനകത്ത് മോർ ദാൻ ഇനഫ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡിലെ ഒരു 8 GB റാമിൻ്റെ ആ ഒരു സ്റ്റോറേജ് വേരിയൻ്റ് തന്നെ നിങ്ങൾക്ക് 3 GB റാമിൻ്റെ ഐഫോണിനകത്ത് കിട്ടും. അപ്പോൾ 3 GB റാം ഇപ്പോൾ നിങ്ങൾ ഹെവി ആയിട്ട് ആപ്ലിക്കേഷൻ നിങ്ങളുടെ സ്റ്റോർ ചെയ്യുകയാണ്, കുറേ ഹെവി ആപ്ലിക്കേഷൻ സ്റ്റോർ ചെയ്യുകയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് റാം മാനേജ്മെൻറ്റ് പൂവറായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു കുഴപ്പം വരത്തില്ല, നിങ്ങളുടെ ഡെയിലി ആപ്സ് ഒക്കെ നിങ്ങൾ സ്റ്റോർ ചെയ്യാണ്, എല്ലാം റാമിൽ തന്നെ കിടക്കും, എല്ലാം മെമ്മറി തന്നെ ആ ഫോണിൻ്റെ എല്ലാം കിടക്കും. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക, 3 GB റാം മോർ ദാൻ ഇന്നഫാണ് ഐഫോണിനകത്ത്. ഇപ്പോൾ iPhone 12 മിനിക്ക് അത് 4 GB റാമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ iOS വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ്, ആൻഡ്രോയിഡ് പോലെയല്ല. ആൻഡ്രോയിഡിന് കുറേ റാമിൻ്റെ ആവശ്യമുണ്ട് ആപ്ലിക്കേഷൻസ് ഒക്കെ വെക്കാൻ വേണ്ടി. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ലത് തന്നെയാണ്, പക്ഷേ നിങ്ങൾക്ക് ഡിസ്പ്ലേ സൈസ് നിങ്ങൾ ഓർക്കണം, ഡിസ്പ്ലേ ചെറുതാണ്. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് 1824 mAh ബാറ്ററി സൈസേ ഉള്ളൂ ഈ സ്മാർട്ട് ഫോണിനകത്ത്. ഇപ്പോൾ നിങ്ങൾ iPhone XR ആയാലും നോക്കിക്കഴിഞ്ഞാൽ 3000 mAh ഒക്കെ ഉണ്ട്, ഇതിനകത്ത് 1800 mAh ഉള്ളൂ. ഇത് കഷ്ടിച്ചൊരു ദിവസമൊക്കെ ഈ സ്മാർട്ട് ഫോൺ പോകത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് 4 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം ഒക്കെ മാക്സിമം കിട്ടാൻ ചാൻസ് ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഈ ഫോണിനകത്ത് സ്ക്രീൻ ഓൺ ടൈം കിട്ടാൻ ചാൻസ് ഇല്ല, അതും നിങ്ങൾ ഓർക്കുക. കൂടുതൽ സ്ക്രീൻ ഓൺ ടൈം ഒന്നും കിട്ടത്തില്ല. ഇപ്പോൾ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ ഒരു PUBGയുടെ മാച്ച് അല്ലെങ്കിൽ ഒരു കോൾ ഓഫ് ഡ്യൂട്ടി മാച്ചിൽ തന്നെ ഫുൾ ബാറ്ററി ഡ്രെയിൻ ആകും. അപ്പോൾ അത് നിങ്ങൾ ഓർക്കണം. ബാറ്ററി ഈ ഫോണിൻ്റെ നല്ലത് തന്നെയല്ല. ഇപ്പോൾ നിങ്ങളൊരു ലൈറ്റ് യൂസറാണ്, അപ്പോൾ ആ കേസസിൽ ഒരു ദിവസം സുഖമായിട്ടൊക്കെ നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം പോലും നിൽക്കത്തില്ല, നിങ്ങൾക്ക് 2-3 വട്ടം ചാർജ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി കേസസ് ഒക്കെ അറിയായിരിക്കും, ബാറ്ററി കേസസ് ഈ സ്മാർട്ട് ഫോണിനകത്ത് യൂസ് ചെയ്യണം. അപ്പോൾ ഇതൊരു കോമ്പാക്ട് ഫോൺ ആയതുകൊണ്ട് അധികം ബാറ്ററി ഒന്നും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല, കുഞ്ഞ് ബാറ്ററി ആയിരിക്കും. അപ്പോൾ ആ ബാറ്ററിയുടെ കപ്പാസിറ്റി നല്ലതല്ല. അപ്പോൾ കൂടി പകരം 3-4 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പിന്നെ ബോക്സിനകത്ത് 5 watt ചാർജർ ഉള്ളപ്പോൾ കുഞ്ഞ് ബാറ്ററി കൊണ്ട് വേഗം തന്നെ ചാർജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് iPhone SEക്കകത്ത്. അപ്പോൾ ഇത് തന്നെയാണ് ബാറ്ററിക്കകത്ത്. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറാസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് 12 മെഗാ റിയർ ക്യാമറയാണുള്ളത്. ഒരു ക്യാമറയേ ഉള്ളൂ ഈ സ്മാർട്ട് ഫോണിനകത്ത്, 3-4 ക്യാമറാസ് ഒന്നുമില്ല ബാക്കിൽ. അപ്പോൾ ആ ഒരു ക്യാമറയിലും അവർ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും കാണിച്ചിട്ടില്ല. പിന്നെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 7 മെഗാ f2.2 അപ്പർച്ചറാണ്. iPhone 8 തന്ന അതേ ക്യാമറാസ് തന്നെയാണ് iPhone SE 2020 എഡിഷനിൽ തന്നത്. പിന്നെ A13 ചിപ്സെറ്റ് കാരണം പിന്നെ പുതിയ ISP എല്ലാം കാരണം കുറച്ചുകൂടെ നിങ്ങൾക്ക് ഫോട്ടോസിനകത്ത് ക്ലാരിറ്റി ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല വീഡിയോ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിനകത്ത് ചെയ്യാം. 4K 60 FPS വരെയൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫ്രണ്ട് ക്യാമറ 4K FPS അല്ല 4K റെക്കോർഡിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്തില്ല, അത് നിങ്ങൾ ഓർക്കണം. 1080p 30 FPS സപ്പോർട്ട് ചെയ്തുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് നൈറ്റ് മോഡിൻ്റെ ഓപ്ഷൻസ് ഒന്നുമില്ല. നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് വഴി നിങ്ങൾക്ക് നൈറ്റ് മോഡ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോട്ടോസിൻ്റെ കാര്യത്തിൽ ഈ സ്മാർട്ട് ഫോൺ നല്ലത് തന്നെയാണ്, വീഡിയോസ് ഈ സ്മാർട്ട് ഫോണിനകത്ത് നല്ലത് തന്നെയാണ്. ഇപ്പോൾ 12 മെഗാ മെയിൻ ക്യാമറ അതിനകത്ത് ക്വാളിറ്റി ഉണ്ട് ആ ക്യാമറയ്ക്കകത്ത്, അത് കാരണം ഈ ഫോണിൻ്റെ ക്യാമറാസ് നല്ലതാണ്. നിങ്ങൾക്ക് ഒരു കോമ്പാക്ട് ഫോൺ വേണം, അതിനകത്ത് ക്യാമറ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഈ ഫോൺ നല്ലൊരു ഫോൺ തന്നെയായിരിക്കും. നെക്സ്റ്റ് സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 3 വേരിയൻസ് ആണുള്ളത്. 64 GB, 128 GB, 256 GB വേരിയൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞത് 64 GB നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. മിനിമം 128 GB പോകാം, എന്ന് വെച്ചാൽ സ്റ്റോറേജ് ഒന്നും നിങ്ങൾക്ക് ഇനഫ് ആവത്തില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് 128 GB പോകുന്നത്. 64 GB 32,000-33,000 രൂപ ഫ്ലിപ്കാർട്ടിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ 38,000 രൂപ കൊടുത്ത് 128 GB കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ 256 40,000-45,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് 128 GB പോകുന്ന. പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ഒക്കെ ആയിട്ട് iPhone SE കിട്ടുന്നുണ്ട് OLX-ലൊക്കെ. പിന്നെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നിങ്ങൾ OLX-ൽ iPhone SE മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് നോക്കണം, ബാറ്ററി ഹെൽത്ത് ഒക്കെ. അപ്പോൾ ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ 90% ഒക്കെ ആണെങ്കിൽ ഒരിക്കലും മേടിക്കരുത്, അവർ നല്ലോണം ഫോൺ യൂസ് ചെയ്ത് കാണുമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് iPhone SE 2020 എഡിഷൻ 25,000-26,000 രൂപ ഫ്ലിപ്കാർട്ടിലെങ്ങാണ്ട് കിട്ടുന്നുണ്ടായിരുന്നു ഓഫറിനകത്ത്. അപ്പോൾ അന്ന് നിങ്ങൾ മേടിച്ചാൽ നല്ലൊരു
ഓഫർ ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു. ഒരു വെർത്തി ഓപ്ഷൻ ആയിരുന്നു ഐഫോൺ SE 2020 എഡിഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ബേസ് വേരിയൻറ്റ് 32,030 പോലെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ 128GB വേരിയൻറ്റ് 35 തൊട്ട് 38 വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ചില സമയത്ത് പ്രൈസ് മുകളിലും താഴെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ എക്സാക്ട് പ്രൈസ് പറയാത്തത്. പിന്നെ 256GB വേരിയൻറ്റ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഐഫോൺ XRലോട്ടൊക്കെ പോകാൻ പറ്റും. അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. 256GB വേരിയൻറ്റ് നിങ്ങൾക്ക് 45-50 വരെ പോകാൻ ചാൻസ് ഒക്കെ ഉണ്ട് ചില സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈസിങ്ങിനെ പറ്റി. അപ്പോൾ ഇത് തന്നെയുള്ള ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.